ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 55. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയുടെ ഓരോ ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും യാഹ്വെ കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യാഹ്വെ ഖേദിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. യാഹ്വെ അരുളി ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും ഇടജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ യാഹ്വയുടെ മുമ്പിൽ കൃപ കണ്ടെത്തി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടോ മൂന്നോ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ചത് ദൈവപുത്രന്മാരും മനുഷ്യപുത്രന്മാരും തമ്മിലുള്ള അഭേദ ബന്ധവും അവരിൽ ജനിച്ച രാക്ഷസന്മാരുടെ കഥയൊക്കെയാണ്. ആ തിന്മ കണ്ടപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം, അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇതിൽ നോഹയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഇന്ന് നമ്മൾ ഒരൊറ്റ വചനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവം ഖേദിച്ചു. അവന്റെ ഹൃദയം വേദനിച്ചു. അവന്റെ ഹൃദയത്തെ അത് വേദനിപ്പിച്ചു. ഇല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യാഹ്വേ ഖേദിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്നിട്ട് ദൈവം വാക്ക് മാറ്റുകയാണ്. എന്താണ്? ഈ ഭൂമുഖത്ത് ഞാൻ മനുഷ്യനെ തുടച്ചു മാറ്റും. മനുഷ്യനോടൊപ്പം മൃഗങ്ങളെയും ഇടജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും എല്ലാം ഞാൻ ഇല്ലാണ്ടാക്കും. അങ്ങനെ ഒരു തീരുമാനം ദൈവം എടുക്കുകയാണ്. കാരണം അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഐ റിഗ്രറ്റ്, ഐ എം സോറി ദാറ്റ് ഐ ക്രിയേറ്റഡ് ദം. അപ്പോ ദൈവം ഖേദിക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാകുക, ദൈവം തീരുമാനം മാറ്റുക. ഇതൊരു തീർത്തും വൈകാരികമായിട്ട് മാനുഷിക വൈകാരികത തിരയടിക്കുന്നത് പോലെ, തിരകൾ ഇങ്ങനെ അലയടിക്കുന്നത് പോലെ ദൈവത്തിന്റെ മനസ്സിൽ അങ്ങനെ അലയടിക്കുന്നു എന്ന തോന്നലാണ് നമുക്ക് ആദ്യം തോന്നുക. ദൈവം ഖേദിക്കുന്നു. ഗോഡ് റിഗ്രറ്റ്സ്. ദൈവം ദുഃഖിക്കുന്നു. ഗോഡ് ഈസ് സോറഫുൾ. ഗോഡ് ഈസ് സാഡ്. അപ്പോ ദൈവം മനുഷ്യനാണോ ഇതുപോലെ ദുഃഖിക്കാനും ഖേദിക്കാനും, അതുപോലെ ഇങ്ങനെ മാറ്റം വരുത്താൻ, തീരുമാനത്തിലൊക്കെ മാറ്റം വരുത്താൻ? അപ്പോൾ ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഹൃദയം, അതെല്ലാം ഇതുപോലെ മനുഷ്യ മനസ്സ് പോലെയും മനുഷ്യ ഹൃദയം പോലെയും ആണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ തോന്നുക. ആദ്യമേ ഓർക്കേണ്ടത്, ഇത് തീർത്തും ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കരുത്. ആക്ഷരികമാണ് അർത്ഥം, പക്ഷെ ആക്ഷരികമായിട്ട് മാത്രം വ്യാഖ്യാനിക്കരുത്. മനുഷ്യനെ പോലെ ദൈവത്തിന് മാറ്റം വരില്ല. മലാക്കി 3:6 കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ പരിതപിക്കുന്ന പോലെ ദൈവം അനുതപിക്കുന്നുമില്ല. സംഖ്യ 23:19. ഇതെല്ലാം വേദത്താളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു വേദത്താളുകളല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പൊ ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ ഒന്നുകൂടി പറയാണ്. ദൈവം മനുഷ്യൻ പരിതപിക്കുന്നത് പോലെ ദൈവം അനുതപിക്കുന്നില്ല. മനുഷ്യനെ പോലെ ദൈവത്തിന്റെ മാറ്റം വരില്ല. ഇത് തിരുവചനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മലാക്കി 3:6, സംഖ്യ 23:19. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കും ദൈവം ഖേദിച്ചു. അപ്പോൾ ദൈവത്തിന്റെ രഹസ്യത്തെ മനുഷ്യനെ മനസ്സിലാക്കാൻ മനുഷ്യൻ എങ്ങനെ സാധിക്കും? നമുക്കൊരു ദൈവിക ഭാഷയില്ലല്ലോ. ഉണ്ടോ? നമുക്ക് ദൈവിക ഭാഷയുണ്ടോ? ഇല്ല. മനുഷ്യ ഭാഷയേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന് മനുഷ്യരോട് സംവദിക്കാൻ, മനുഷ്യരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്താണ് മാർഗം? അതിന് ദൈവം കണ്ട ഒരേ ഒരു മാർഗം മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുക, മനുഷ്യന്റെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. എന്നിട്ട് ഒരു ദിവസം മനുഷ്യന്റെ വാക്കായി വചനമായി അവൻ തന്നെ വരും ഭൂമിയിൽ. ഇതിപ്പോ നമ്മൾ ഉൽപ്പത്തിയാണ് ചർച്ച ചെയ്യണേ. അപ്പോ മനുഷ്യന്റെ വാക്കുകളിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികള് മാനുഷിക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുക. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആക്ഷരികമായിട്ട് ഒരു നിലയ്ക്ക് മനസ്സിലാക്കണം. അതായത് അർത്ഥം അങ്ങനെ തന്നെയാണ്. പക്ഷെ മനുഷ്യർക്കുണ്ടാകുന്ന പോലെ ഖേദം അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദുഷ്ടപ്രവൃത്തികൾ കാണുമ്പോൾ ദൈവത്തിലുണ്ടാകുന്ന പ്രതികരണം, ആ വേദന, അത് മാനുഷിക ഭാഷയിൽ, അവന്റെ ദുഃഖം, അവന്റെ ഖേദം മാനുഷിക ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് മനസ്സിലാകാൻ അല്ലാതെ വേറെ മാർഗമില്ല. ദൈവത്തിന് നമ്മളോട് ദൈവിക ഭാഷ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. മനുഷ്യരോട് മനുഷ്യ ഭാഷയിൽ സംസാരിച്ചാലേ മനുഷ്യർക്ക് മനസ്സിലാകൂ. അതിനാൽ ആ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിന്റെ രഹസ്യത്തെ മനുഷ്യ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയും പ്രവർത്തിക്കുന്നത് പോലെയും ദൈവം ചെയ്യുന്നുവെന്ന തരത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യം കറക്റ്റാണ്.
പക്ഷെ ആ വാക്കുകളുടെ അക്ഷരാർത്ഥം അല്ല നമുക്ക് വേണ്ടത്. യാഥാർത്ഥ്യം ശരിയാണ് താനും. വെറും പ്രതീകാത്മക അർത്ഥമല്ല, വെറും ആലങ്കാരിക അർത്ഥമല്ല, അക്ഷരാർത്ഥം തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അക്ഷരാർത്ഥത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ മനുഷ്യരുടെ ദുഷ്ടതയും വഷളത്വവും ദൈവത്തെ എത്രമാത്രം അലട്ടുന്നുവെന്നതിന്റെ ഒരു സൂചനയാണ് ഖേദിച്ചു, ദുഃഖിച്ചു, പരിതപിച്ചു, അനുതപിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. താൻ സൃഷ്ടിച്ച ലോകം നന്നായിരിക്കുന്നുവെന്ന് 7 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് സൃഷ്ടികഥയിൽ. ഉൽപ്പത്തി 1 മുതൽ 2-ാമത്തെ അധ്യായം 3 വരെ. ഇപ്പോൾ ആ ലോകത്തെക്കുറിച്ച് ദൈവം ദുഃഖിക്കുന്നു. താൻ സൃഷ്ടിച്ച ലോകം നന്നായിരിക്കുന്ന കണ്ട ആ ദൈവം, നന്നായിരിക്കുന്ന കണ്ട് ആനന്ദിച്ച ദൈവം ഇപ്പൊ അതേക്കുറിച്ച് ദുഃഖിക്കുന്നു. എന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രവൃത്തികൾ നല്ല പ്രവൃത്തിയാണെങ്കിൽ ദൈവത്തെ ആനന്ദിപ്പിക്കുന്നു, ചീത്ത പ്രവൃത്തികളാണെങ്കിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിൽ നടക്കുന്ന പോലുള്ള ആ തരത്തിലാണെന്ന് വിചാരിക്കരുത്. മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരും. ഞാനൊരു ഉദാഹരണത്തിനോട് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇച്ചിരി കട്ടിയാണ് മനസ്സിലാക്കാൻ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മനുഷ്യരൂപമുള്ള ദൈവമായിട്ട് നമുക്ക് ബൈബിളിൽ പലപ്പോഴും കാണാം. മനുഷ്യരൂപമുള്ള ദൈവം, ആന്ത്രപ്പോമോർഫിക് എന്നാണ് അതിനെ പറയുക. ആന്ത്രപ്പോസ് എന്ന ഗ്രീക്ക് വാക്കിന് മനുഷ്യൻ എന്നർത്ഥം. മനുഷ്യൻ സ്ത്രീയും പുരുഷനുമാകാം. മോർഫ എന്ന് പറഞ്ഞാൽ അറിയാലോ, രൂപം. അപ്പം മനുഷ്യരൂപത്തിലുള്ള ദൈവം, ആന്ത്രപ്പോമോർഫിക്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കുക. തോട്ടത്തിൽ ഉലാത്തുന്ന ദൈവം, ഉൽപ്പത്തി 3:8. തോട്ടത്തിൽ, ഏദൻ തോട്ടത്തിൽ ഉലാത്താൻ വരുന്ന ദൈവം. ദൈവം നടക്കാൻ പോകുന്നു. സായം സന്ധ്യയിലെ ആ മന്ദമാരുതന്റെ ആ ശീതളമൊക്കെ അനുഭവിച്ച് ദൈവം നടക്കാൻ പോകുന്നു. ഈവനിങ് വാക്ക്, ഉൽപ്പത്തി 3:8. ദൈവം ഖേദിക്കുന്ന കാര്യം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, ഉൽപ്പത്തി 6:6. ഹൃദയത്തിൽ അവൻ സങ്കടപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തി 6:6 തന്നെ. പിന്നെ ദൈവത്തിന് കൈയുണ്ട്, ശക്തമായ കരങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി, പുറപ്പാട് 7:5. ദൈവത്തിന്റെ കരം, ഹോസിയ പ്രവാചകൻ 11:3. ദൈവത്തിന് കാലുകളുള്ളതായിട്ട് പുറപ്പാട് 24:10. വെളുത്ത മുടിയുള്ളതായിട്ട് ദൈവപിതാവിന് വെളുത്ത മുടിയുള്ളതായിട്ട് ദാനിയേൽ 7:9. ദൈവത്തിന് മുഖമുള്ളതായിട്ട് സങ്കീർത്തനം 27:8. ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ദൈവത്തിന് കയ്യും കാലുകളും മുടിയും മുഖം ഒക്കെ ഉണ്ടോ? ഇല്ല. ദൈവാരൂപിയല്ലേ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അതുപോലെ മറ്റൊരു സംഗതിയാണ്, ദൈവം സംസാരിച്ചു, ദൈവം അരുളി ചെയ്തു, ദൈവം കൽപ്പിച്ചു. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ചോദ്യം, ദൈവത്തിന് വായുണ്ടോ സംസാരിക്കാൻ? കൽപ്പിക്കാനും അരുളി ചെയ്യാൻ ദൈവത്തിന് വായുണ്ടോ? നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളും ഓട്ടവും അധരവും പിന്നെ നാവും വായും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു പ്രവൃത്തിയല്ലേ? ദൈവത്തിന് ഇതൊക്കെ ഉണ്ട്, ദൈവം അരൂപിയല്ലേ? അപ്പോ എങ്ങനെ ഇത് മനസ്സിലാക്കാം? ഇങ്ങനെ അതിന്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പൊ ദൈവത്തിന് വെളുത്ത മുടി, പ്രായമായ ഒരാളായിട്ട്, വലിയ പുരാതനായവൻ, പിന്നെ കൈ, കാല്, മുഖം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഈ വാക്കുകളൊക്കെ നമ്മുടെ ബൈബിളിലുണ്ട്, സത്യവേദ പുസ്തകത്തിലുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്തം വരുമല്ലോ, അല്ലേ? ദൈവത്തിന് മുടി എന്ന് പറയുമ്പോഴും മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്തം വരും. അത് ചിത്രകലയിലും ഐക്കണുകളിലും ഇല്ലേ ചിത്രീകരിക്കുന്നു. അതിന് വിഗ്രഹാരാധന എന്ന് പറയാൻ പാടില്ല. ദൈവമല്ലാത്തതിനെ ദൈവമായി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ദൈവമല്ലാത്തൊരു വസ്തുവിനെ, അല്ലാതിരിക്കുന്ന ഒരു സംഗതിയെ ദൈവമായിട്ട് ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. അത് പണമാകാമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്, മറ്റെന്തുമാകാം. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ വാക്ക് ചിത്രമാണ്. നമ്മൾ ദൈവത്തിന്റെ മുടി എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ കൈ, കരം എന്നൊക്കെ കാലുകൾ എന്ന് എഴുതിയിരിക്കുന്നു. അതെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ചിത്രം ചിത്രകാരന്മാർ വരച്ചു വെക്കുമ്പോൾ അതൊരു സുവിശേഷ പ്രഘോഷണമാണ്, ഇല്ല? പ്രത്യേകിച്ചും പൗരസ്ത്യ സഭകളിലാണെങ്കിൽ ഐക്കണുകൾ ഉപയോഗിക്കൂ. അവ ദൈവശാസ്ത്ര ചിത്രങ്ങളാണ്, ദൈവശാസ്ത്ര ധ്യാനങ്ങളാണ്. നമുക്കിനി ചോദ്യത്തിലേക്ക് വരാം. ദൈവത്തിന് ഇങ്ങനെ മനുഷ്യരൂപമുള്ള ദൈവം, സംസാരിക്കുന്ന ദൈവം, അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന് ദൈവശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അനാലജി. സാധർമ്മ്യ പൊരുൾ എന്നാണ് അതിന് പറയുക. മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ആ വാക്കുകളുടെ അർത്ഥത്തിന്റെ ഒരു അന്തരം വരും. സാധർമ്മ്യ പൊരുൾ, അനാലജി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. സാധർമ്മ്യ പൊരുൾ മലയാളം, അനാലജി എന്ന് ഇംഗ്ലീഷിൽ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വായും അധരം, ഓഷ്ടം, ചുണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളൊരു പ്രവൃത്തി വിളിക്കുമ്പോൾ അതിന് സംസാരിക്കുക എന്ന് പറയണം. സംസാരിക്കുക, പറയുക എന്ന് പറയണം. ഈ അധരവും ഓഷ്ടവും വായും ചുണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പക്ഷി, അവ എന്താ നമ്മൾ പറയാ? പക്ഷി ചിലയ്ക്കുന്നു, ചേർപ്പ് എന്ന് നമ്മൾ പറയാം. പക്ഷി ചിലയ്ക്കുന്നു. പട്ടിയാണെങ്കിലോ കുരയ്ക്കുന്നു, ബാർക്ക്, കുരയ്ക്കുന്നു. പൂച്ചകളാണെങ്കിൽ മ്യാവും.
അല്ലേ? അങ്ങനെയല്ലേ? ഇംഗ്ലീഷിലാണെങ്കിലും MEOW. അപ്പോൾ മ്യാവ്. ഈ പശു, കാള, അമറല്, മൂ, അല്ലേ? MOO, മൂ, അമറല്. സിംഹമാണെങ്കിൽ റോർ, ഗർജിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം, പക്ഷികൾ ചിലയ്ക്കുന്നു, പട്ടികൾ കുരയ്ക്കുന്നു, മനുഷ്യർ സംസാരിക്കുന്നു. ദൈവം എങ്ങനെ സംവദിക്കണേ? പക്ഷികളെ ചിലയ്ക്കുന്നു, പട്ടികൾ കുരയ്ക്കുന്നു, മനുഷ്യർ സംസാരിക്കുന്നു. ദൈവം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ദൈവം എങ്ങനെ സംവദിക്കണേ? നമുക്കറിയില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുന്നു, പക്ഷേ അർത്ഥം വ്യത്യാസമുണ്ട്. ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ദൈവം സംസാരിച്ചു, ദൈവം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവം എങ്ങനെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സംവദിച്ചു. അത് വാഗൊണ്ടാകണമെന്നില്ല. ദൈവം സർവശക്തനാണ്. ദൈവത്തിന്റെ ലോഗോസ് നമ്മിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യനായത്. യോഹന്നാന്റെ സുവിശേഷം 10:14-15. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. മനുഷ്യർ ദൈവങ്ങളെന്ന് വിളിക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ലോഗോസ് നമ്മിലേക്ക് വന്നതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ ലോഗോസ്, ദൈവത്തിന്റെ യുക്തി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നമ്മിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനുഷ്യരായത്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളുമായി സംവദിക്കാൻ ഒരു മാർഗമുണ്ട്. അതിന് മാനസിക ഭാഷയിൽ പറയുകയാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നമുക്ക് ഉപയോഗിക്കുന്ന, മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരും. ഇതേ സംഗതി തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഉപയോഗിക്കും. ഇവിടെ പറയാൻ പറ്റിയൊരു വേദി ഇതായതുകൊണ്ട് ഞാനത് പറയാണ്. ഇപ്പൊ നമ്മൾ ഏക സത്യദൈവം 3 ആളുകളാണെന്ന് പറയുന്നു. 3 ആളുകൾ, 3 പേഴ്സൺസ്, അല്ലേ? 1 ട്രൂ ഗോഡ് ബട്ട് 3 പേഴ്സൺസ്. പേഴ്സൺ എന്ന് നമ്മൾ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ദൈവത്തിന് ഉപയോഗിക്കണേ. വാക്കൊന്നാണ്, പക്ഷെ അർത്ഥവ്യത്യാസമുണ്ട്. ഇതിനാണ് സാധർമ്മ്യ പൊരുൾ എന്ന് പറയണേ, അനാലജി എന്ന് പറയണേ. മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്കാണെങ്കിലും മനുഷ്യര് വ്യക്തികളായിരിക്കുന്ന പോലെയല്ല ദൈവം ആളായിരിക്കുന്നത്. നമുക്ക് ഈ മലയാളത്തിൽ തന്നെ നമുക്കൊരു കാര്യം നോക്കുക. ഇൻഡിവിജ്വൽ, പേഴ്സൺ, വ്യക്തി, പിന്നെ ആള്. 2 വാക്കുകളുണ്ട്. ഇൻഡിവിജ്വൽ, വ്യക്തി, പേഴ്സൺ, ആള്. 2 ഒരേ അർത്ഥമാണോ? ഒരേ അർത്ഥമാണെങ്കിൽ 2 വാക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പൊ എന്നെ തനിച്ചെടുത്താൽ ഞാനൊരു വ്യക്തിയാണ്. ഞാൻ ആളാണെന്ന് പറയണമെങ്കിൽ മറ്റൊരു വ്യക്തി ഇവിടെ ഉണ്ടാകണം. അയാളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിനും അയാളുമായി ഞാൻ സംസാരിക്കുകയോ ബന്ധം സ്ഥാപിക്കുകയോ ചെയ്യുന്നതിനെയാണ് ആളെന്ന് പറയണേ. അപ്പൊ ആള് എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ഇൻഡിവിജ്വൽ, ഞാൻ തനിച്ചിരിക്കുമ്പോൾ, ഇല്ലേ, ഞാൻ തനിച്ചായിരിക്കും നിങ്ങൾ എന്നെ കാണുന്ന, അത് വ്യക്തിയാണ്. പക്ഷെ ഞാൻ വേറൊരുവനുമായിട്ടോ വേറൊരുവളുമായിട്ടോ ഒരു ബന്ധം സ്ഥാപിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി, ഇല്ലേ, ആ ബന്ധം സ്ഥാപിക്കുന്നതിനെ, ആ ബന്ധത്തിനെയാണ് ആളെന്ന് പറയണേ. ഈ മലയാളത്തിൽ വ്യക്തി, ആള്, ഇംഗ്ലീഷിൽ ഇൻഡിവിജ്വൽ, പേഴ്സൺ. ഇത് മനസ്സിലാക്കുക. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഗ്രീക്ക് വാക്കുകൾ നോക്കിയാൽ. ഗ്രീക്കില് പ്രോസപ്പോൺ എന്നാണ് വാക്ക്. പ്രോസപ്പോൺ എന്ന വാക്ക് ലത്തീനിൽ പെഴ്സോണ. 2നും അടിസ്ഥാനപരമായിട്ട് മുഖം മൂടി എന്നാണ് അർത്ഥം. മുഖാവരണം, മാസ്ക് ഇല്ലേ? ഇപ്പൊ നമ്മള് ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ മാസ്ക് വെച്ചല്ലോ. അതുകൂടാണ്ട് കുറച്ച് നമ്മളിപ്പം രാജീവ് ഗാന്ധി വരുമ്പോൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മാസ്ക് വെച്ചിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള മാസ്കിനെയാണ് ഈ പ്രോസപ്പോൺ എന്ന ഗ്രീക്കിലും പെഴ്സോൺ എന്ന ലത്തീനിലും പറയണേ. അതായത് നാടകത്തില് കഥാപാത്രം വരുമ്പോൾ ഈ നാടകത്തിലെ കഥാപാത്രം ആരം തോന്നിക്കാൻ വേണ്ടിയുള്ള മുഖാവരണം, അതിനാണ് പെഴ്സോണ, പ്രോസപ്പോൺ എന്ന് ഉപയോഗിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം അതായത് വ്യക്തിയല്ല, ഇൻഡിവിജ്വൽ അല്ല, നാടകത്തിൽ വരുന്ന കഥാപാത്രം. ഇപ്പൊ നാടകത്തിൽ പ്ലേറ്റോ ആയിട്ടാണ് വരുന്നെങ്കിൽ പ്ലേറ്റോയുടെ ഒരു മുഖം മൂടി, അശോക ചക്രവർത്തി ആയിട്ട് വരുന്നെങ്കിൽ അശോക ചക്രവർത്തിയുടെ ഒരു മുഖം മൂടി. അതിനെയാണ് ഗ്രീക്ക് ഭാഷയിൽ പ്രോസപ്പോൺ എന്നും ലത്തീൻ ഭാഷയിൽ പെഴ്സോൺ എന്നും പറയുന്നത്. അതായത് മുഖം, മുഖാവരണം, മുഖം മൂടി, മുഖഭാവം എന്നൊക്കെ അർത്ഥം. ആ കഥാപാത്രം എങ്ങനെയാണോ എന്നുള്ളതാണ് അർത്ഥം. വ്യക്തിയല്ല. മാണിപ്രമ്പലച്ചൻ എങ്ങനെയിരിക്കുന്നുള്ളതല്ല, മാണിപ്രമ്പലച്ചൻ ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ എങ്ങനെയിരിക്കുന്നു, അതിനെയാണ് പ്രോസപ്പോൺ, പെഴ്സോൺ എന്നൊക്കെ പറയണേ. അതിൽ നിന്നാണ് പേഴ്സൺ എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ദൈവം 3 വ്യക്തികളല്ല, 3 ആളുകളെന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയാണോ എന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയാം. പിതാവ് പുത്രനുമായുള്ള ബന്ധത്തിൽ,
പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവ് പിതാവും പുത്രനുമുള്ള ബന്ധത്തിൽ അവര് മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയെന്ന് പറയാം. ഞാൻ മാനുഷിക ഭാഷയിൽ പറയാണ്, അവര് നമ്മളെ ബന്ധത്തെയാണ് പേഴ്സൺ, ആള് എന്ന് പറയുന്നത്. അതായത് മനുഷ്യർക്ക് നമ്മൾ ആളെന്ന് പറയുന്ന അർത്ഥത്തിലല്ല ദൈവത്തില് ഈ മൂന്നാളുകൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ ബന്ധത്തെയാണ് ഈ പേഴ്സൺ, ആളെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നാടകത്തിൽ കഥാപാത്രം കാണപ്പെടുക. അപ്പൊ പിതാവ് പുത്രന്റെ മുമ്പിൽ കാണപ്പെടുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിന്റെയും ദൈവപിതാവിന്റെ മുമ്പിൽ കാണപ്പെടുന്നു എന്ന ഒരു ദോഷം ആ വാക്കിനുണ്ട്. അതുകൊണ്ടാണ് ആ വാക്കിന് പകരം നമ്മൾ ഗ്രീക്കില് നമ്മുടെ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് ഹിപ്പോസ്റ്റാസിസ് എന്ന വാക്ക് ഉപയോഗിക്കണേ. ആള് എന്നതിന് ഹിപ്പോസ്റ്റാസിസ് എന്ന വാക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കണേ. ഹിപ്പോസ്റ്റാസിസ്, പെർസോൺ എന്ന വാക്കല്ല, പ്രോസോപ്പൺ എന്ന വാക്കല്ല. കാരണം പ്രോസോപ്പൺ എന്ന വാക്ക് നാടകരംഗത്ത് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് ആളെന്ന് പറയുമ്പോൾ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യമില്ലെന്നൊരു അർത്ഥം ധ്വനി വരാം. അതുകൊണ്ട് ദൈവശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ മൂന്നാളുകൾ എന്ന് പറഞ്ഞാലും പ്രോസോപ്പൺ എന്ന വാക്കോ പെർസോൺ എന്ന വാക്കോ അല്ല ഉപയോഗിക്കുക, ഹിപ്പോസ്റ്റാസിസ് എന്നാണ് പറയുക. ഹിപ്പോസ്റ്റാസിസ് എന്താണ്? ഹിപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ ആയിരിക്കുന്ന ഉണ്മ, ദ റിയൽ ബീയിങ്, സബ്സിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ദൈവം ഒന്നാണ്, സത്തയിൽ ദൈവം ഒന്നാണ്, ബന്ധത്തിൽ മൂന്നാണ്. ആ ബന്ധം വെറും കാണപ്പെടുന്നതല്ല, ശരിക്കുമാണ്. അപ്പോ പ്രോസോപ്പോൺ, പെർസോണ, അതിൽ നിന്ന് വരുന്ന പേഴ്സൺ എന്ന വാക്കിന് പകരം നമ്മൾ ഈ ദൈവശാസ്ത്രം പഠിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ മതബോധനം അതുപോലെയൊക്കെ പഠിക്കുമ്പോൾ ഈ പേഴ്സൺ എന്ന വാക്കിന് ഈ അതിന്റെ ഗ്രീക്കാണ് ഞാൻ പറഞ്ഞത്, ലത്തീനാണ് പറഞ്ഞ പെർസോണ, ഗ്രീക്കാണ് ഞാൻ പറഞ്ഞത് പ്രോസോപ്പോൺ. ആ പേഴ്സൺ എന്ന വാക്കിന് ഇങ്ങനെ ഒരു പശ്ചാത്തലം മോശമുള്ളത് കൊണ്ട് അതിന് പകരം ഹിപ്പോസ്റ്റാസിസ് എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. അതിനർത്ഥം മൂന്ന് പേരും യഥാർത്ഥത്തിലുള്ള ഉണ്മയാണ്. ഉണ്മ എന്ന് പറഞ്ഞാൽ ബീയിങ്, പക്ഷെ ഒരൊറ്റ ദൈവമാണ്. അപ്പോൾ ഞാൻ എന്തിനാ അത്രയും പറഞ്ഞെന്നറിയാമോ? ഈ മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ദൈവം മനുഷ്യനെ പോലെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാൽ അങ്ങനെയല്ലാതെ ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിയില്ല. അതേസമയം മനുഷ്യരുടെ ഭാഷ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരും. ആ അർത്ഥത്തിന് വ്യത്യാസം വരുന്നതിനെയാണ് സാധർമ്മ്യ പൊരുൾ, അനാലജി എന്ന് പറയുന്നത്. ഇത് മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ ആ വാക്ക് നമുക്ക് അറിയുള്ളൂ, വേറെ വാക്കുകൾ അറിയില്ല. നമുക്ക് മനുഷ്യരുടെ ഭാഷയെ അറിയുള്ളൂ, ദൈവിക ഭാഷയും മാലാഖമാരുടെ ഭാഷ അറിയാത്തത് കൊണ്ട് മനുഷ്യരുടെ ഭാഷ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ മനുഷ്യർ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥമല്ല ദൈവത്തിനെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഇപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിൽ സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്ക് വലിയ പാടാണ് മനസ്സിലാക്കാൻ ഏക സത്യദൈവം മൂന്നാളുകളാണ്. കാരണം അവർ ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യക്തികൾ എന്നാണ് അവർ മനസ്സിലാക്കണേ. ഈ അർത്ഥവ്യത്യാസം മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന വാക്ക് ദൈവത്തിൽ ഉപയോഗിക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരുന്ന കാര്യം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. മനുഷ്യരെ പോലെ മനുഷ്യരുടെ പോലെ തന്നെയാണ് ദൈവത്തിന് എന്നാണ് വിചാരിക്കണേ. അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് മാനുഷിക ഭാഷ ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ മാനുഷിക ഭാഷയിലുള്ള അർത്ഥത്തിൽ നിന്നും മറ്റൊരു ഭ്രമണപദത്തിലേക്ക് ഭാഷ കയറും. വേദാന്തത്തിന്റെ ഭാഷ എന്നൊക്കെ അതിനെ പറയും. വേദത്തിന്റെ ഭാഷ പഴയ നിയമത്തിന്റെ, വേദാന്തത്തിന്റെ ഭാഷ പുതിയ നിയമത്തിന്റെ. വേദം പഴയ നിയമം, വേദം പഴയ നിയമം, വേദാന്തം പുതിയ നിയമം. അങ്ങനെയാണ് ക്രിസ്തീയ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ വേദത്തിലും വേദാന്തത്തിലും ഈ ഭാഷ മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് കയറും. ആ മറ്റൊരു ഭ്രമണപഥത്തിൽ കയറുന്നത് മനസ്സിലാക്കിയാലേ ദൈവം എന്ന രഹസ്യത്തെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. ആ തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ദൈവം മനുഷ്യരൂപത്തില് എന്നാൽ അല്ലേ അതേ ഇങ്ങനെ ഇമ്മനന്റ് എന്ന് പറയും, അന്തര്യാമി. അതേസമയം ദൈവം ട്രാൻസെൻഡന്റ് ആണ്, എല്ലാത്തിനും അതിശയിക്കുന്നവനാണ്, കാലദേശങ്ങൾക്ക് അതീതനാണ്. അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുത്തിട്ട് വേണം ദൈവത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാൻ എന്ന കാര്യമാണ് ഞാനിപ്പം സൂചിപ്പിക്കുന്നത്. ഇച്ചിരി കട്ടിയാണ്, പക്ഷെ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പേഴ്സൺ എന്ന വാക്ക്, ആളെന്ന വാക്ക് ദൈവത്തിന്റെ മൂന്ന് ബന്ധങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ആ വാക്കിന് തന്നെ പുതിയ അർത്ഥം വന്നു. ഈ ഗ്രീക്ക് ഭാഷയിലോ ലത്തീൻ ഭാഷയിലോ ഉണ്ടായിരുന്ന ആ തെറ്റല്ല ഒരു അത്ര നല്ലതല്ലാത്ത ഒരു ഭാവം, അഭിനയം ഇല്ലേ, പ്രത്യക്ഷപ്പെടല്, കാണപ്പെടല്, അതേ ഉള്ളൂ, ഉള്ളിലില്ല എന്ന് തോന്നിക്കുന്ന ആ മോശം അർത്ഥം ഉണ്ടല്ലോ, അത് തന്നെ മാറിപ്പോയി. പേഴ്സൺ, ഇൻഡിവിജ്വൽ പേഴ്സൺ ആകണമെങ്കിൽ എന്തായിരിക്കുന്നുവോ അതുപോലെ തന്നെ ആയിരിക്കണം ബന്ധത്തിൽ എന്നായി. നിങ്ങൾക്ക് മനസ്സിലായോ? പേഴ്സൺ
പ്രോസപ്പോൾ പെഴ്സോൺ എന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിച്ചപ്പോൾ, ഹിപ്പോസ്റ്റാസിസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചപ്പോൾ, പേഴ്സൺ എന്ന വാക്കിന്റെ അർത്ഥത്തിന് തന്നെ പുതിയൊരു ഒരു ഒരു അർത്ഥം കൈവന്നു. അത് മറ്റൊരു ഭ്രമണപഥത്തിൽ കയറി. എന്താണത്? നമ്മൾ എന്തായിരിക്കുന്നുവോ അതുപോലെ തന്നെ കാണപ്പെടണം. ബന്ധത്തിൽ ആർജവത്വം, സത്യസന്ധത വേണം. അഭിനയിക്കരുത്. നാടകത്തിൽ മാസ്കറ്റ് അഭിനയിക്കുന്ന പോലെ ജീവിതത്തിൽ അഭിനയിക്കരുത്. അങ്ങനെ അഭിനയിച്ചാൽ നിങ്ങൾ ആളല്ല. ആ ഒരു അർത്ഥം, ഈ ആള് എന്ന അർത്ഥം ദൈവത്തിന് അപ്ലൈ ചെയ്തപ്പോഴാണ് ഭാഷയിലേക്ക് തന്നെ കിട്ടിയത്. ഭാഷയ്ക്ക് തന്നെ രൂപാന്തരം വന്നു. എത്ര ഗംഭീരം നോക്കൂ. ദൈവത്തിനൊരു വാക്കും മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദൈവത്തിന് ഉപയോഗിച്ചപ്പോൾ, മനുഷ്യർക്ക് ഉപയോഗിക്കുമ്പോൾ ഇല്ലാതിരുന്നൊരർത്ഥം ആ ഭാഷയ്ക്ക് കൈവന്നു. അപ്പോൾ ആളെന്ന വാക്കിന് തന്നെ വലിയ ഒരു അർത്ഥവ്യത്യാസം വരികയാണ് ഉണ്ടായത്, അത് ദൈവത്തിന് ഉപയോഗിച്ചപ്പോൾ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ 2, 3, 4, 5 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആന്തരാർത്ഥത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ വലിയ ആഴ്ചയിൽ ഇതായിരിക്കട്ടെ നമ്മുടെ നല്ല ധ്യാനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.